അധ്യായം 32. ഇവൾ പഠിച്ച കള്ളിയാണ്. സാമലക്സും ധ്യാനും സൂര്യയെക്കുറിച്ച് അസൂയോടെ സംസാരിക്കുന്നതൊന്നും നീലിമ അറിഞ്ഞിരുന്നില്ല. അവൾ വളരെ സന്തോഷത്തിലായിരുന്നു. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലായിടത്തും സൂര്യയുടെ വാർത്ത ട്രെൻഡിംഗ് ആയി. ഇതെല്ലാം കണ്ടും കമന്റുകൾ വായിച്ചോ നീലിമ ഒരുപാട് നേരം അങ്ങനെ ഇരുന്നു പോയി. സൂര്യയെ അങ്ങനെ ഒരു സ്ഥാനത്ത് എത്തിക്കാൻ നീലിമ രാപ്പകലില്ലാതെ ശ്രമിച്ചിരുന്നു. തന്റെ ജോലിയെല്ലാം തനിക്ക് കൃത്യമായി ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ടു കൂടിയാണ് സൂര്യക്ക് ഇത്രയും വലിയൊരു ഭാഗ്യം കിട്ടിയിരിക്കുന്നതെന്ന് നീലിമ ചിന്തിച്ചു. പതിവില്ലാതെ നീലിമയെ അത്രയും ഉത്സാഹത്തോടെ കണ്ടപ്പോൾ മല്ലികയ്ക്കും വളരെ ആശ്വാസം തോന്നി. തലേ ദിവസം മുത്തശ്ശിയെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരുന്ന നീലിമ തന്നെയാണോ അത് എന്ന് അവർക്ക് അത്ഭുതം തോന്നി. മല്ലിക ഒരു കോഫി എടുത്ത് അവളുടെ അരികിലേക്ക് ചെന്നു. മോളെ, ഓഫീസിൽ പോവണ്ടേ ഇന്ന്? മല്ലിക ചോദിച്ചു. ആ, പോണം മല്ലികാമേ. അല്ല, അശ്വിൻ എഴുന്നേറ്റോ? നീലിമ ചോദിച്ചു. ഹേയ് ഇല്ല, മോള് പോയി റെഡിയാവാൻ നോക്ക്. അച്ചുവിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, മല്ലിക പറഞ്ഞു. നീലിമ അത് കേട്ട് ചിരിച്ചുകൊണ്ട് മല്ലികയുടെ കയ്യിൽ നിന്ന് കോഫി വാങ്ങി കുടിക്കാൻ തുടങ്ങി. മല്ലിക അവിടെ ഉള്ളതുകൊണ്ട് അശ്വിന്റെ കാര്യത്തിൽ ഇപ്പോൾ നീലിമയ്ക്ക് വലിയ ടെൻഷനൊന്നുമില്ല. നീലിമ കോഫി കുടിച്ചു തീർന്നപ്പോഴേക്കും സിദ്ധാർത്ഥ് മുകളിൽ നിന്ന് ഇറങ്ങി വന്നു. അവൻ ഹാളിലേക്ക് കടന്നപ്പോൾ നീലിമ അവനെ നോക്കി. ഗുഡ് മോർണിംഗ്, നീലിമ പറഞ്ഞു. അത് കേട്ട് സിദ്ധാർത്ഥ് തല ഉയർത്തി അവളെ നോക്കി പറഞ്ഞു ഗുഡ് മോർണിംഗ്. ഉറക്കച്ചവ മാറാതെയുള്ള സിദ്ധാർത്ഥിന്റെ സ്വരം കേട്ട് മല്ലിക അവനെ അതിശയത്തോടെ നോക്കി. സാധാരണ സിദ്ധാർത്ഥ് രാവിലെ എഴുന്നേറ്റാൽ അവനോട് ആരെങ്കിലും സംസാരിക്കാൻ ചെന്നാലൊക്കെ ഭയങ്കര ദേഷ്യത്തിലാവും പെരുമാറുന്നത്. ഇപ്പോൾ അവന് ഒരു ദേഷ്യവും കാണുന്നില്ല. മാത്രവുമല്ല, അവൻ നീലിമയോട് വളരെ സ്നേഹത്തിലാണ് പെരുമാറുന്നത്. എന്നിട്ടും ഒരു ഭർത്താവിന്റെ അധികാരമെടുത്തൊന്നും അവൻ അവളോട് ഇതുവരെ പെരുമാറിയിട്ടുമില്ല. സിദ്ധാർത്ഥിന്റെ മാറ്റം നോക്കി അമ്പരന്ന് നിൽക്കുന്ന മല്ലികയെ സിദ്ധാർത്ഥ് തിരിഞ്ഞു നോക്കി. മല്ലികാമേ, എന്റെ ചായ എവിടെ? സിദ്ധാർത്ഥ് ചോദിച്ചു. ഇപ്പൊ എടുക്ക കുഞ്ഞ്. മല്ലിക ധൃതിയിൽ കിച്ചണിലേക്ക് പോയി. സിദ്ധാർത്ഥ് അത് കേട്ട് നീലിമയുടെ അടുത്തേക്ക് ചെന്നിരുന്നു. മുറിവെങ്ങനെയുണ്ട്? വേദന കുറഞ്ഞിട്ടുണ്ടോ? അവൾ അപ്പോൾ സിദ്ധാർത്ഥിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവൻ മേശമേലിരുന്ന് പത്രമെടുത്ത് തുറന്ന് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പോലെ ഇരുന്നു. നീലിമ ഫോണെടുത്ത് പിന്നെയും ഫേസ്ബുക്ക് തുറന്നു നോക്കി. സിദ്ധാർത്ഥിന്റെ ശ്രദ്ധ നീലിമയിൽ തന്നെയായിരുന്നു. അവൾ ഇടയ്ക്കിടെ ഫോൺ നോക്കുന്നതും സന്തോഷത്തോടെ ചിരിക്കുന്നതുമെല്ലാം സിദ്ധാർത്ഥ് ശ്രദ്ധിക്കുന്നുണ്ട്. എന്താണ്, വലിയ സന്തോഷത്തിലാണ് തോന്നുന്നല്ലോ, സിദ്ധാർത്ഥ് ചോദിച്ചു. അപ്പോഴാണ് അവൻ തന്നെ ശ്രദ്ധിക്കുന്ന കാര്യം നീലിമ അറിയുന്നത്. അവൾ ഉടനെ ഫോൺ എടുത്ത് മാറ്റിവെച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ സൂര്യയുടെ കാര്യം, അവനെ ശിവശങ്കർ സർ പുതിയ വെബ് സീരീസിൽ കാസ്റ്റ് ചെയ്തു. ഓ, നല്ല കാര്യമാണല്ലോ, സിദ്ധാർത്ഥ് പറഞ്ഞു. അതെ, സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞില്ലേ ശിവശങ്കർ ഔദ്യോഗികമായി വെബ് സീരീസിന്റെ കാര്യം പുറത്തുവിട്ടാൽ അയാളെ പോയി കാണാൻ. പക്ഷേ പോവേണ്ടി വന്നില്ല, നീലിമ പറഞ്ഞു. അവൾ വളരെ ഉത്സാഹത്തിലായിരുന്നു. സിദ്ധാർത്ഥ് അതിനുമൊന്നും മൂളി. സിദ്ധാർത്ഥ് താങ്ക്സ്, നീലിമ പറഞ്ഞു. എന്തിനാണ് താങ്ക്സ്? ഞാനിതിലൊന്നും ചെയ്തിട്ടില്ല. നിന്റെയും സൂര്യയുടെയും കഴിവുകൊണ്ടാണ് ഇത് കിട്ടിയത്, സിദ്ധാർത്ഥ് പറഞ്ഞു. നീലിമ സൂര്യയെ ഉയർത്തിക്കൊണ്ടുവരാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് സിദ്ധാർത്ഥിനറിയാം. അതുകൊണ്ട് തന്നെ അവൾക്ക് ആ വിജയം എത്രത്തോളം സന്തോഷം നൽകുന്നുണ്ടെന്നും അവൻ ഊഹിക്കാം. അല്ല, ഇന്ന് ലീവാണോ നീ? സിദ്ധാർത്ഥ് ചോദിച്ചു. അല്ല, പോവാൻ നോക്കുക, നീലിമ പറഞ്ഞു. ഓഫീസിൽ ചെന്നാലും കാലിൽ വെള്ളം വീഴ്ത്തണ്ട, സൂക്ഷിക്കാൻ നോക്ക്, ഹെൽത്താണ് വലുത്, സിദ്ധാർത്ഥ് പറഞ്ഞു. അവൻ ആ കാര്യം പിന്നെയും പറഞ്ഞപ്പോൾ എത്രമാത്രം കരുതലാണ് അവന് തന്റെ കാര്യത്തിൽ എന്ന് ഓർക്കുകയായിരുന്നു നീലിമ. അവൾ അപ്പോൾ സിദ്ധാർത്ഥിന്റെ മുഖത്തേക്ക് നോക്കി. അവൻ തന്റെ വിജയം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു. പുറമേ എത്രത്തോളം ജാട കാണിച്ചാലും സിദ്ധാർത്ഥിന്റെ മനസ്സിൽ എവിടെയോ ഒരു തരി സ്നേഹമുണ്ടെന്ന് നീലിമയ്ക്ക് പിന്നെയും തോന്നി. അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് റെഡിയാവാനായി പോയി. ഇടയ്ക്കിടെ അവൾ ചെറുചിരിയോടെ സിദ്ധാർത്ഥിനെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. അവൾ പോയപ്പോൾ സിദ്ധാർത്ഥിന്റെ മുഖത്തും നേരിയ ചിരി വിരിഞ്ഞു. ഇതെല്ലാം കണ്ട് അമ്പരന്ന് നിൽക്കുകയായിരുന്നു മല്ലിക. നീലിമ ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെ മറ്റെല്ലാ സ്റ്റാഫുകളും നേരത്തെ എത്തിയിരുന്നു. അവരിൽ പലരും നീലിമയെ ബഹുമാനത്തോടെയാണ് നോക്കിയത്. അവൾ ശിവശങ്കറിനെ പോലെ ഒരു ഡയറക്ടറുടെ മുന്നിൽ സൂര്യയെ കൊണ്ടെത്തിച്ചതിൽ അവർക്കെല്ലാം അഭിമാനം തോന്നി. സ്റ്റാർഡം മീഡിയയുടെ ചരിത്രത്തിൽ തന്നെ വളരെ കാലത്തിന് ശേഷമാണ് അത്തരം അവസരങ്ങൾ തേടി വരുന്നത്. നീലിമ അത്രമാത്രം ആ സ്ഥാപനത്തിന് വേണ്ടിയും സൂര്യയുടെ വളർച്ചയ്ക്ക് വേണ്ടിയും കഷ്ടപ്പെടുന്നുണ്ട് എന്നവർ പരസ്പരം പറഞ്ഞു. അവരുടെയൊക്കെ മുന്നിലൂടെ അഭിമാനത്തോടെ നീലിമ അകത്തേക്കു കയറി. സൂര്യ മാർഷൽ ആർട്സ് പഠിക്കുന്ന സ്ഥലത്തേക്കായിരുന്നു ആദ്യം അവൾ പോയത്. സൂര്യ അവൾ വിചാരിച്ചതിലും വേഗത്തിൽ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നുണ്ട്. നീലിമയ്ക്ക് അതിൽ അഭിമാനം തോന്നി. നീലിമയെ കണ്ട സൂര്യ ഉടനെ അവളുടെ അരികിലേക്ക് വന്നു. സൂര്യ, ഞാൻ പറഞ്ഞില്ലേ നിന്റെ ലൈഫ് തന്നെ മാറാൻ പോവാ, നീലിമ ഉത്സാഹത്തോടെ പറഞ്ഞു. നീലിമ മേഡം കൂടെയുള്ളപ്പോൾ ഞാൻ ജയിക്കുമെന്ന് ഉറപ്പാണ്. ഞാൻ അഥവാ തോറ്റു പോയാലും മേഡം തോൽക്കാൻ ഞാൻ സമ്മതിക്കില്ല, സൂര്യ പറഞ്ഞു. അത് കേട്ട് നീലിമ അവനെ നോക്കി. നിന്റെ ഹാർഡ് വർക്ക് ഇതേപോലെ തുടർന്നാൽ നീ ഒരിക്കലും തോറ്റു പോവില്ല സൂര്യ, എല്ലാം നല്ലതിനാണ്, ഞാൻ പറഞ്ഞില്ലേ, നീലിമ പറഞ്ഞു. എനിക്കറിയാം മേഡം, സൂര്യ പുഞ്ചിരിച്ചു. ശരി, നിന്റെ ജോലി നടക്കട്ടെ, എല്ലാം നന്നായി പഠിച്ചെടുക്കുക, ഭാവിയിൽ അതുകൊണ്ട് ഗുണമേ കാണൂ, നീലിമ അവനെ നോക്കി ചിരിയോടെ പറഞ്ഞു. സൂര്യ അത് കേട്ട് അവളെ നോക്കി തലയാട്ടിയ ശേഷം അവിടെ നിന്നും പ്രാക്ടീസ് നടക്കുന്ന ഭാഗത്തേക്ക് തിരികെ പോയി. നീലിമ അവിടെ നിന്നും നേരെ തന്റെ ക്യാബിനിലേക്കാണ് പോയത്.
അപ്പോൾ അവിടെ ഒരാൾ ഇരിക്കുന്നത് കണ്ടു. അവളുടെ നെറ്റി ഇഷ്ടപ്പെടാത്ത മട്ടിൽ ചുളിഞ്ഞു. അത് കിരൺ ആയിരുന്നു. അവൻ നീലിമയെ കണ്ടപ്പോൾ എഴുന്നേറ്റ് വന്നു. ഹലോ നീലിമ, എന്താണ് ഷോക്കായോ? കിരൺ ചോദിച്ചു. അല്ല, താനെന്താ ഇവിടെ? നീലിമ ചോദിച്ചു. മിസ് നീലിമ ഇരിക്ക്. പറയട്ടെ, കിരൺ പറഞ്ഞു. നീലിമയ്ക്ക് അവന്റെ ആ സംസാരവും പെരുമാറ്റവും ഒന്നും തീരെ ഇഷ്ടമായില്ല. ആ വെറുപ്പ് അവളുടെ മുഖത്തുമുണ്ടായിരുന്നു. എന്റെ ക്യാബിൽ കയറിയിരിക്കാൻ താൻ ഏതാടോ? നീലിമ ചോദിച്ചു. എന്താ നീലിമ ഇത്? നമ്മളൊന്നില്ലേലും പരിചയക്കാരല്ലേ? കിരൺ ചോദിച്ചു. നീലിമ അവനെ രൂക്ഷമായി നോക്കി. താൻ ചൂടാവണ്ട, എനിക്ക് നീലിമയെ വല്ലാതെ മിസ് ചെയ്തു. അതാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്, കിരൺ പറഞ്ഞു. നീലിമ അത് കേട്ട് ഒന്നും മനസ്സിലാവാതെ അയാളെ നോക്കി. നീലിമയ്ക്കും എന്നെ മിസ് ചെയ്ത് കാണുമെന്ന് എനിക്കറിയാം. നീ പറയാത്തതാ, കിരൺ അല്പം കൊഞ്ചൽ കലർത്തി പറഞ്ഞു. നീലിമയ്ക്ക് അത് കേട്ട് അവനോട് വല്ലാത്ത വെറുപ്പ് തോന്നി. താനിപ്പോ എന്റെ ക്യാബിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നോ, അതോ ഞാൻ പിടിച്ചു പുറത്താക്കണോ? നീലിമ ചോദിച്ചു. അവളുടെ തറപ്പിച്ചുള്ള സംസാരവും നോട്ടവും കേട്ട് കിരണിന് നല്ല ദേഷ്യവും വരുന്നുണ്ടായിരുന്നു. പക്ഷേ അവനത് നിയന്ത്രിക്കാൻ ശ്രമിച്ചു. നീലിമ ഇരിക്കൂ, ഞാൻ പറയട്ടെ, കിരൺ വീണ്ടും പറഞ്ഞു. എന്നിട്ടവൻ നീലിമയുടെ ഓഫീസ് മേശയിൽ കയറിയിരുന്നു. സി മിസ്റ്റർ, ഇത് തമ്മാടിത്തരമാണ്. എന്റെ ഓഫീസ് ക്യാബിൽ കയറി വന്ന് എന്ത് തോന്നിവാസമാണ് നിങ്ങൾ കാണിക്കുന്നത്? നീലിമ നിയന്ത്രണം വിട്ടു ചോദിച്ചു. ഞാൻ അതിന് എന്ത് കാണിച്ചെന്നാ കുട്ടി? തന്നോട് എനിക്കെന്തോ ഭയങ്കര സ്നേഹം തോന്നി. സോ ഒന്ന് വന്ന് കാണാമെന്ന് വിചാരിച്ചത് ഇത്ര വലിയ തെറ്റാണോ? കിരൺ അവളെ വാശി പിടിപ്പിക്കാനെന്ന പോലെ പറഞ്ഞു. നീലിമയ്ക്ക് അവന് മേശയിൽ നിന്ന് നിലത്തേക്ക് വലിച്ചിടാനുള്ള അത്രയും ദേഷ്യമുണ്ടായിരുന്നു. ഇറങ്ങിപ്പോടോ, നീലിമ പറഞ്ഞു. ദേ നോക്ക്, മര്യാദക്കാണെങ്കിൽ ഞാൻ നല്ല മര്യാദക്കാരനാണ്, അല്ലെങ്കിൽ നീ വിവരം അറിയും. ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല, കിരൺ അവളെ നോക്കി പറഞ്ഞു. നീ ആരായാലും എനിക്കെന്താ, നിന്നോട് സംസാരിച്ചു നിന്നിട്ട് കാര്യമില്ല. ഇപ്പൊ ശരിയാക്കി തരാം. നീലിമ ക്യാബിൻ ഡോർ ചെന്ന് തുറന്നു. കിരണിനെ അവിടെ നിന്നും പുറത്താക്കാൻ വേണ്ടി സെക്യൂരിറ്റിയെ വിളിക്കാനായിരുന്നു അവൾ അങ്ങനെ ചെയ്തത്. പക്ഷേ സംഭവിച്ചത് മറ്റൊന്ന്. നീലിമ ഡോറ് തുറന്നപ്പോൾ കമ്പനിയിലെ ഒരു സ്റ്റാഫ് അവിടേക്ക് കയറി വന്നു. എന്നിട്ട് കിരണിന്റെ നേർക്ക് നോക്കി പറഞ്ഞു. ഗുഡ് മോർണിംഗ് സർ, ഇതിലൊരു സൈൻ വേണമായിരുന്നു. സ്റ്റാഫ് പറഞ്ഞത് കേട്ട് നീലിമ തരിച്ചു നിന്നു. അയാൾ ആ കമ്പനിയുടെ MD ആണെന്ന് അവൾക്ക് അയാളുടെ സ്റ്റാഫുമായുള്ള സംഭാഷണത്തിൽ നിന്നും മനസ്സിലായി. ഇയാളാണോ അപ്പൊ ഓണർ? കണ്ടിട്ട് ഇവനൊരു കോഴിയാണെന്ന് തോന്നുന്നല്ലോ, നീലിമ മനസ്സിൽ പറഞ്ഞു. കിരൺ സൈൻ ചെയ്ത ഫയൽ തിരികെ കൊടുത്ത ശേഷം നീലിമയെ നോക്കി. അവന്റെ മുഖത്ത് ഒരു ചിരിയുണ്ടായിരുന്നു. നീലിമ താൻ കമ്പനി MD ആണെന്നറിഞ്ഞപ്പോൾ അമ്പരന്ന് കാണുമെന്ന് അവൻ ഊഹിച്ചു. എന്താണ് മിസ് നീലിമ, ഇനി പുറത്താക്കുന്നില്ലേ? നീലിമയെ നോക്കി കിരൺ ചോദിച്ചു. അത് കേട്ട് അവൾക്ക് ദേഷ്യം വന്നു. നോക്ക് സർ, നിങ്ങൾ ആരായിരുന്നാലും എനിക്കൊന്നുമില്ല. ഞാൻ ഇവിടെ എന്റെ ജോലിയാണ് ചെയ്യുന്നത്. അതിൽ കൂടുതലൊന്നും ഞാൻ അന്വേഷിക്കാറില്ല, നീലിമ പറഞ്ഞു. അവളുടെ ഉറച്ച സംസാരം കേട്ട് കിരൺ ഒരു നിമിഷം അമ്പരന്നു. അവൻ ഇതുവരെ കണ്ട സ്ത്രീകളിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ആളല്ല നീലിമ എന്ന് അവനെ അവളുടെ സംസാരത്തിൽ നിന്നും തന്നെ വ്യക്തമായി. ഞാൻ ആരാണെന്നറിയോ നിനക്ക്? ഞാൻ കിരൺ വിശ്വ, ഈ സ്ഥാപനത്തിന്റെ ഓണറാണ്. അവൻ പേര് പറഞ്ഞപ്പോൾ നീലിമ മനസ്സിൽ സിദ്ധാർത്ഥിന്റെ കാര്യം ഓർത്തു. സിദ്ധാർത്ഥിന്റെ മുഴുവൻ പേര് സിദ്ധാർത്ഥ് വിശ്വ എന്നാണ്. വിശ്വ ഗ്രൂപ്പിന്റെ പേരാണ് അവന്റെ സർനെയിം. ഇനി കിരൺ സിദ്ധാർത്ഥിന്റെ ബന്ധുവങ്ങാനമാണോ എന്ന് നീലിമ ചിന്തിച്ചു നോക്കി. ഏയ്, അങ്ങനെ വരാനൊന്നും വഴിയില്ല, അവൾ മനസ്സിൽ സ്വയം പറഞ്ഞു. എന്താ നീലിമ ആലോചിക്കുന്നത്? എന്നോടെങ്ങനെ സോറി പറയാം എന്നല്ലേ? മടിക്കണ്ട, പറഞ്ഞോളൂ, കിരൺ പറഞ്ഞു. അവന്റെ വാക്കുകളിൽ നല്ല അഹങ്കാരം പ്രകടമായിരുന്നു. സർ, സോറി പറയാൻ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ എന്റെ ജോലി സമയത്ത് സർ ഇങ്ങോട്ട് കയറി വന്ന് ജോലി തടസ്സപ്പെടുത്താൻ മനഃപൂർവ്വം ശ്രമിക്കുക. സോ പ്ലീസ് സർ ഇവിടെ നിന്ന് പോണം, നീലിമ ഉറപ്പിച്ചു പറഞ്ഞു. അത് കേട്ട കിരൺ ആകെ നാണം കിട്ടതുപോലെ അവളെ നോക്കി. കമ്പനി ഓണറാണെന്നൊക്കെ അറിഞ്ഞാൽ നീലിമ തന്നെ ബഹുമാനിക്കുമെന്നായിരുന്നു കിരണിന്റെ പ്രതീക്ഷ. അവൾ ബഹുമാനിച്ചില്ലെന്ന് മാത്രമല്ല, അപമാനിക്കുകയും ചെയ്തു. ക്യാബിനിലേക്കുള്ള ഡോറ് തുറന്ന് സാമലക്സ് അപ്പോൾ കയറി വന്നു. കിരൺ ചമ്മി നിൽക്കുന്നത് കണ്ട് സാമലക്സ് നീലിമയെ നോക്കി. അവൾ ആരെയും കൂസാതെ ദൂരത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. മിസ് നീലിമ, ദിസ് ഇസ് ടു മച്ച്. താൻ ആരാണെന്നാ തന്റെ വിചാരം? കിരൺ ഇവിടുത്തെ MD ആണ്. അദ്ദേഹത്തോട് ബഹുമാനത്തോടെ സംസാരിക്കുന്നതിന് പകരം ഇങ്ങനെ അപമാനിക്കുകയാണോ ചെയ്യേണ്ടത്? സാമലക്സ് ചോദിച്ചത് കേട്ട കിരണിന് അയാൾ അവരുടെ സംസാരമെല്ലാം കേട്ടിട്ടുണ്ടെന്ന് മനസ്സിലായി. സാമിന് മുന്നിൽ അവൻ നാണം കിടുന്നത് അവന് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ല. നീലിമയോട് കിരണിന് നല്ല ദേഷ്യം തോന്നി. നീലിമ, ഞാൻ വിചാരിച്ചാൽ നിന്നെ ജോലിയിൽ നിന്ന് എടുത്തു കളയാൻ ഒരു സെക്കൻഡ് പോലും വേണ്ട. അതൊക്കെ അറിഞ്ഞിട്ടാണോ ഈ ചാട്ടം? കിരൺ ചോദിച്ചു. സർ വിചാരിച്ചാ എന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കാൻ സാധിക്കുമെന്ന് എനിക്ക് വളരെ നന്നായി അറിയാം സർ. പക്ഷെ ഞാൻ പേടിക്കില്ല. ജോലിയിൽ യാതൊരു വിട്ടുവീഴ്ചയും വരുത്താത്ത എന്നെ എന്ത് തെറ്റിന്റെ പേരിലാണ് സർ പറഞ്ഞു വിടാൻ പോകുന്നത്? നീലിമ ചോദിച്ചു. സാമലക്സ് അത് കേട്ട് പ്രശ്നം ഒന്നുകൂടെ മൂപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. നീലിമ, അഹങ്കാരം കുറക്കാൻ ഞാൻ ഒരു വട്ടം പറഞ്ഞു. കിരണിനോട് നേർക്കുനിന്ന് സംസാരിക്കാൻ ഇവിടെ ഒരാളും ഇന്നേ വരെ ധൈര്യപ്പെട്ടിട്ടില്ല. അത് കേട്ട് കിരണിന് വീണ്ടും വല്ലാത്ത രോക്ഷം തോന്നി. അവൻ ക്യാബിനിലെ മേശയിൽ നിന്നിറങ്ങി മുന്നിലേക്ക് കയറി വന്നു. നീലിമ എന്തായാലും ഇനി അധികം ഇവിടെ തുടരില്ല, പോവാൻ തയ്യാറായിക്കോളൂ, കിരൺ പറഞ്ഞത് കേട്ട് സാമലക്സ് സന്തോഷിക്കുന്നത് നീലിമ കണ്ടു. അപ്പോഴാണ് താൻ എന്ത് വലിയ മണ്ടത്തരമാണ് കാണിക്കാൻ പോകുന്നതെന്ന്
അവൾക്ക് ഓർമ്മ വന്നത്. ഇപ്പോൾ കിരൺ ഈ ജോലിയിൽ നിന്ന് തന്നെ എടുത്തു കളഞ്ഞാൽ ഉറപ്പായും സാമലക്സിന്റെ ടീമിലേക്ക് തന്നെ സൂര്യ തിരിച്ചു പോവേണ്ടി വരും. അപ്പോൾ അവന് ഇപ്പോൾ കിട്ടിയ അവസരം പോലും നേടിയെടുക്കാൻ സാമലക്സ് സമ്മതിച്ചെന്ന് വരില്ല. എത്രയും എത്തിച്ച സ്ഥിതിക്ക് ഇനി അങ്ങനെ ചെയ്യുന്നത് മണ്ടത്തരമാണ്. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നീലിമ മനസ്സിൽ ആലോചിച്ചു. ശേഷം അവൾ കിരണിനെ നോക്കി എന്നിട്ട് സൗമ്യമായി പറഞ്ഞു, സർ, താങ്കളെ കണ്ടാൽ ഒരു മാന്യനായി തോന്നുന്നത് കൊണ്ടാണ് ഞാൻ വീണ്ടും സംസാരിക്കുന്നത്. ഞാൻ എന്റെ ജോലി കൃത്യമായി ചെയ്തുവെന്നല്ലാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നീലിമ ശബ്ദം താഴ്ത്തി അത് പറഞ്ഞപ്പോൾ കിരൺ ഒരു നിമിഷം സ്തബ്ധനായി നിന്നു. നീലിമയ്ക്ക് തന്നോട് ചെറിയൊരു സ്നേഹമുണ്ട് എന്നവൻ മനസ്സിൽ അത് ആഗ്രഹിക്കുകയും ചെയ്തു. സാമലക്സ് ഇതെല്ലാം കേട്ടു നിൽക്കുകയായിരുന്നു. സത്യത്തിൽ കിരൺ നീലിമയെ കാണാൻ ക്യാബിനിലേക്ക് പോകുന്നത് കണ്ടതുകൊണ്ട് തന്നെയാണ് സാമലക്സ് അവിടേക്ക് വന്നത്. നീലിമയുടെ സൗന്ദര്യത്തിലെങ്ങാനും കിരൺ മയങ്ങിയാൽ ഉറപ്പായും പിന്നെ ഒരിക്കലും സൂര്യയെ തനിക്ക് കിട്ടില്ലെന്ന് അയാൾക്ക് വ്യക്തമായി അറിയാമായിരുന്നു. സാമലക്സ് ഉടനെ കിരണിനെ നോക്കി പറഞ്ഞു, ബോസ്, ഇവളുടെ ഡയലോഗിലൊന്നും വീഴരുത്. പഠിച്ച കള്ളിയാണിവൾ. സാമലക്സ് പറഞ്ഞത് കേട്ട് കിരൺ അവനെ രൂക്ഷമായി നോക്കി. അവർ രണ്ടുപേരും സുഹൃത്തുക്കളാണെങ്കിലും കമ്പനിയിൽ വെച്ച് ആ പരിചയം കാണിക്കുന്നത് കിരണിന് ഇഷ്ടമുള്ള കാര്യമല്ല. കിരണിന്റെ നോട്ടം കണ്ട സാം പിന്നിലേക്ക് മാറി ഒതുങ്ങി നിന്നു. അപ്പോൾ കിരൺ നീലിമയെ നോക്കി പറഞ്ഞു, എന്നാ നീലിമയുടെ ജോലി നടക്കട്ടെ. കിരൺ ക്യാബിനിൽ നിന്ന് ഇറങ്ങാൻ നോക്കി. അപ്പോൾ സാമലക്സ് പറഞ്ഞു, ബോസ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. കിരൺ എന്താണെന്ന ഭാവത്തിൽ അവനെ നോക്കി. നീലിമയുടെ ടീമിലെ സൂര്യ, അവനെ ഞാനാണ് കേട് ചെയ്തിരുന്നത്. ഞാനന്ന് ബോസിനെ വിളിച്ച് പറഞ്ഞിരുന്നല്ലോ ഇതൊക്കെ. സോ ഇപ്പൊ എനിക്ക് അവനെ ഞങ്ങളുടെ ടീമിലേക്ക് തിരികെ എടുക്കാൻ ആഗ്രഹമുണ്ട്. സാമലക്സ് പറഞ്ഞു നിർത്തി. നീലിമ അത് കേട്ട് പരിഭ്രമത്തോടെ കിരണിനെ നോക്കി. അയാൾ സൂര്യയെ തന്റെ ടീമിൽ നിന്നും മാറ്റാൻ ശ്രമിക്കുമോ എന്നായിരുന്നു അവളുടെ ഭയം.